എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം നല്ല രീതിയിലൊരു ട്രേഡ് എടുക്കുന്ന ഒരു കാലിബറുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇൻകം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഡെയിലി അവർക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ അതിലൂടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അത് പക്ക ട്രേഡിംഗ് തന്നെയാണോ? അതെ, പക്ക ട്രേഡിംഗ് 100% അവർ ട്രേഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത് എന്നുള്ളതിന്റെ നിലവിൽ നമുക്ക് ഈ ഒരു 3% ഇത്രയും ഫിക്സഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇല്ലാന്ന്. കാരണം എല്ലാ ആൾക്കാരും ഇത്ര തൊട്ട് ഇത്ര വരെ എന്നാണ് പറയുന്നത്. ഇതിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്, ഏറ്റവും സ്റ്റാർട്ടിംഗ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 20 USDT ആണ്. സോ ഇവിടെ നമുക്ക് നമ്മൾ ഈ ഫിക്സഡ് ആയിട്ടാണ് നമ്മൾ ഇതിന്റെ എന്ത് ചെയ്യുന്നത് 1 to 3% ഫിക്സഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അഞ്ജലി. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ ചാനലിൽ വീഡിയോസ് കാണുന്ന എല്ലാവരും സാമ്പത്തികമായി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതായിരിക്കും. പക്ഷെ അതെങ്ങനെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വഴികളായിരിക്കും, പലവർക്കും പല രീതിയിലാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഫസ്റ്റിൽ തന്നെ ഇറങ്ങിയൊരു പ്ലാറ്റ്ഫോമാണ് ട്രേഡെക്സൽ. അപ്പോൾ നമ്മൾ ട്രേഡെക്സലിൻ്റെ പ്രൊമോട്ടറായ ഷംഷീറയാണ് കൂടെ ഉള്ളത്. കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ നമുക്കിതൊക്കെ ചോദിച്ചെന്നറിയാം. ഹായ്, എൻ്റെ പേര് ഷംഷീറ, വയനാട്ടുകാരിയാണ്. ട്രേഡെക്സൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രൊജക്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. 2 മാസം മുന്നേ ട്രേഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനലിലൂടെ നമ്മുടെ പ്രൊജക്ടിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടന്നു. നല്ല രീതിയിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും വളരെ ഹാപ്പിയാണ്. ആ സമയത്ത് ജോയിൻ ചെയ്തിട്ടുള്ള 1000 എബോ ഇട്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ ക്യാപിറ്റൽ സേഫ് ആയി തുടങ്ങിയിട്ടുണ്ട്. സോ അതിന്റെ സന്തോഷത്തിലാണ് നമ്മളും അതുപോലെ തന്നെ അഞ്ജലിയും. അതെ 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 അപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ചെയ്തതിന് ശേഷം തന്നെ കുറേ പ്ലാറ്റ്ഫോമുകൾ മുന്നിലേക്ക് വന്ന് കുറേയൊക്കെ ഈ മണി റൊട്ടേഷനിലൂടെ തന്നെയാണ് കടന്നു പോകണേ. അപ്പൊ നിങ്ങൾ ഈ ട്രേഡെക്സൽ എന്ന ഗ്രൂപ്പ് പേരിൽ തന്നെ വരുന്നുണ്ട്. ട്രേഡിങ്ങിനൊരു ഭാഗമായിട്ട് തന്നെ ഈ പേരും വന്നത്. അപ്പൊ അത് പക്ക ട്രേഡിംഗ് തന്നെയാണോ? അതെ, പക്ക ട്രേഡിംഗ് 100% അവർ ട്രേഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത് എന്നുള്ളതിന്റെ തെളിവുകൾ അവർ ഡെയിലി ട്രേഡ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വിത്ത് ഗ്രാഫ് അടക്കം ഇടുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇവർ ഇതിന്റെ സിഗ്നൽസ് ആഴ്ചയിൽ 2 ദിവസമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതിലൂടെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിലൂടെ എന്ത് ചെയ്യാം, നല്ല രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളതിൽ കണ്ടൊരു പ്രത്യേകതയാണ് USDT കുറഞ്ഞ രാജ്യത്ത് നിന്ന് ബൈ ചെയ്യുകയും കൂടിയ രാജ്യത്ത് പോയി സെൽ ചെയ്യുകയും. അതെന്താണ്, അതിലെന്താണ് ഇത്രയും ബെനിഫിറ്റ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ആൾക്കാർക്കും അറിയാം ട്രേഡിംഗ് എന്ന് പറയുന്നത് ലോസും പ്രോഫിറ്റും ഒരുപോലെ സംഭവിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ ഇവിടെ നമ്മൾ ഈ ഫിക്സഡ് ആയിട്ടാണ് നമ്മൾ ഇതിന്റെ എന്ത് ചെയ്യുന്നത് 1 to 3% ഫിക്സഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത്ര തൊട്ട് ഇത്ര വരെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫിക്സഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നമുക്ക് ലോസ് സംഭവിക്കുകയാണെങ്കിലും, ഇൻ കേസ് ലോസ് സംഭവിക്കുകയാണെങ്കിൽ പോലും അവർക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ കമ്പനി USDT കുറഞ്ഞ രാജ്യത്ത് നിന്ന് വാങ്ങിയിട്ട് കൂടിയ രാജ്യത്ത് വിൽക്കുന്നതിന്റെ ആ ഒരു ബിസിനസ്സിലൂടെ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ദിവസത്തെ ലോസ് അവർക്ക് നികത്തി കൊണ്ടുവരാൻ പറ്റും. അത് വലിയൊരു കാര്യം തന്നെയാണ്. അതെ, അത് വലിയൊരു കാര്യം തന്നെ. അപ്പോൾ 1 to 3% വരെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്ലാൻ ഒക്കെ എങ്ങനെയാ വരുന്നത്? ഇതിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്, ഏറ്റവും സ്റ്റാർട്ടിംഗ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 20 USDT ആണ്. 20 തൊട്ട് നമുക്ക് 99 വരെ നമ്മൾ ഇടുന്ന എമൗണ്ടിന്റെ 1% നമ്മൾ കൊടുക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് 100 തൊട്ട് 299 വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് 1.5% ആണ് കൊടുക്കുന്നത്. ഇടുന്ന എമൗണ്ടിന്റെ 1.5% കൊടുക്കുന്നത്. പിന്നെ 300 തൊട്ട് 999 വരെ നമ്മൾ 2%, 1000 തൊട്ട് നമ്മൾ 499 വരെ നമ്മൾ 2.5%, 5000 എബോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 3% ആണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇതിന്റെ പ്ലാൻസ് വരുന്നത്. ഓക്കെ, നല്ലൊരു പ്ലാനാണ്. അപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു 3% ഇത്രയും ഫിക്സഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇല്ലാന്ന്. കാരണം എല്ലാ ആൾക്കാരും ഇത്ര തൊട്ട് ഇത്ര വരെ എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് ഫിക്സഡ് ആയിട്ട് 1 തൊട്ട് ഇത്ര പെർസെന്റേജിന് 1, ഇത്ര ക്യാപിറ്റലിന് 1 എന്നുള്ള രീതിയിൽ വരുന്നൊരു പ്ലാറ്റ്ഫോം എനിക്ക് തോന്നുന്നു ഇല്ലാന്ന് തോന്നുന്നു. അത് സത്യം തന്നെയാണ്. പക്ഷേ ഈ 1 to 3% എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് തന്നെയാണ് ഈ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് ഇങ്ങനെ പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? തീർച്ചയായും കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ പറഞ്ഞല്ലോ ഡെയിലി മണി റൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരും. പക്ഷേ ട്രേഡിങ് പ്രോപ്പറായിട്ട് ട്രേഡ് എടുക്കുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ട്രേഡ് എടുക്കുന്ന ഒരു ആൾക്കാർക്ക് അറിയാം. ഇപ്പോൾ ഗോൾഡിലൊക്കെ ട്രേഡ് എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം. നല്ല രീതിയിലൊരു ട്രേഡ് എടുക്കുന്ന ഒരു കാലിബറുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇൻകം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഡെയിലി അവർക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ അതിലൂടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു 100% ട്രേഡ് എടുത്തുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഡെയിലി കൊടുക്കുന്നത് പറഞ്ഞു. അപ്പോൾ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് കുറേ പ്രൊജക്റ്റുകൾ മുന്നിലേക്ക് സ്കാം ആയിട്ടല്ലാതെ, അപ്പോൾ എങ്ങനെയാണ് ഈ ജെനുവിനിറ്റി മനസ്സിലാക്കാൻ കഴിയുന്നത്?
നമ്മൾ ഇതിന്റെ ജെനുവിറ്റി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ രജിസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് UK ബേസ്ഡ് ആയിട്ടാണ്. ഓക്കെ, ഇതിന്റെ ലൈസൻസും റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. വേണ്ട ആൾക്കാർക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അവർ ട്രേഡ് ചെയ്യുന്നതിന്റെ റിസൾട്ട് വിത്ത് ഗ്രാഫ് അടക്കം എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി അപ്പം ടെലിഗ്രാം ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ, ഇതിന് ബേസ് ആയിട്ട് വേറെ ഇൻകങ്ങളൊക്കെ ഇത് ഈ കമ്പനിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഇല്ല, നമുക്ക് ഇവിടെ നിലവിൽ ഇപ്പോ നമ്മൾ ഇടുന്ന ക്യാപിറ്റലിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പ്രോഫിറ്റും അതുപോലെ തന്നെ റെഫറലിന്റെ പ്രോഫിറ്റും, അത് രണ്ടും മാത്രമാണ് ഇപ്പൊ നിലവിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമ്പനി കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് റെഫറൽ കമ്മീഷൻ ആണ്. റെഫറൽ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് കമ്പനിയുടെ. ഇപ്പൊ 10 ലെവൽ വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റെഫറൽ കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് വരുന്ന ഒരാളുടെ റെഫറൽ ഡയറക്റ്റ് വരുന്ന ഒരാളുടെ 10% ആണ് കൊടുക്കുന്നത്. പിന്നെ 3%, 2%, 1%, 0.5%, പിന്നെ അങ്ങോട്ട് 0.5% അങ്ങനെ താഴോട്ടാണ് പോകുന്നത്. അത് നല്ലൊരു തന്നെയാണ്. കാരണം വെച്ചാൽ 1 to 3% വരെ ഇൻകം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10% എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 5,000 USDT ഒക്കെ ഇടുന്ന ഒരാൾക്ക് ഓൺ ദ സ്പോട്ടിൽ 500 USDT ആണ് എന്ത് ചെയ്യുന്നത്, റെഫറൽ കമ്മീഷൻ ആയിട്ട് കിട്ടുന്നത്. അത്രയും ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന പലരും അധികം എഡ്യൂക്കേറ്റഡ് അല്ലാത്ത സാധാരണക്കാരാണ്. അപ്പോൾ പറയുകയാണെങ്കിൽ റിട്ടയർഡ് ആയ ആൾക്കാർ, പിന്നെ വീട്ടിലിരിക്കുന്ന അമ്മമാർ, അങ്ങനെയൊക്കെ. അപ്പൊ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണോ ഈ പ്ലാറ്റ്ഫോം വന്നിരിക്കുന്നത്? അതെ, ഇതിന്റെ സൈറ്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് ഉള്ളത്. ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരാൾക്കാർക്ക് അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അതെങ്ങനെ യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിന്റെ വിഡ്രോവൽ ആണെങ്കിലും എല്ലാം അത് അവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. പിന്നെ അത്രയും തീരെ അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സമയത്തും അവർ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വില്ലിങ് ആണ്. കാരണം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വിഡ്രോ ചെയ്യാനാണെങ്കിലും അവർക്ക് USDT സെല് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ അത്രയും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വാലറ്റിലേക്ക് അത്രയും റിസ്ക് എടുത്തെടുത്ത് തന്നെ നമ്മൾ സെല് ചെയ്ത് കൊടുക്കുന്ന ചില ആളുകളുണ്ട്. ഒട്ടും അറിയാത്ത ആളുകൾക്ക് നമ്മൾ അത്രയും എന്താ പറയാ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും തന്നെ ഞാൻ ചോദിച്ചോണ്ട് നമ്മൾ പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ്. അല്ലാണ്ട് ഈ പ്രൊജക്ടിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് ഈ പ്രൊജക്ടിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം മാക്സിമം ആളുകൾ യൂസ് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ. ഇതുപോലുള്ള പ്രൊജക്ടുകൾ സാധാരണഗതിയിൽ വന്ന് 2 മാസം കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് കുറെ ആളുകൾക്ക് ക്യാപിറ്റൽ സേഫ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി കിട്ടുന്നതൊക്കെ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആണ്. സോ മാക്സിമം എല്ലാ ആളുകളും പെട്ടെന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഹൗസ് വൈഫ് ആണെങ്കിലും റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു വരുമാനമില്ല. അപ്പോൾ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ഒന്നും പ്രത്യേകിച്ച് ഒരു വരുമാനമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വരുമാനം ഇല്ലാത്ത ആളുകൾക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു രീതിയിലുള്ള എമൗണ്ട് ക്യാപിറ്റൽ ഇട്ടുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ഇൻകം എന്ത് ചെയ്യാം, ചെറിയൊരു റെഫറലോ കാര്യങ്ങളോ ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല രീതിയിലുള്ള ഇൻകം കിട്ടും. അതല്ല ഇനിയിപ്പോൾ ഇൻവെസ്റ്റ് മാത്രമാണ് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ പ്രോഫിറ്റ് ആണ് കമ്പനി കൊടുക്കുന്നത്. സോ അതിലൂടെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് അവർക്ക് കിട്ടും. സോ മാക്സിമം എന്ത് ചെയ്യുക, ഇതുപോലുള്ള പ്രൊജക്ട് നല്ല രീതിയിൽ ട്രേഡും കാര്യങ്ങളും ചെയ്യുന്നതാണ് 100% ഉറപ്പുള്ളൊരു പ്രൊജക്ട് എടുത്ത് മാക്സിമം അതിൽ യൂസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അതെ. അപ്പൊ ചെറിയൊരു എമൗണ്ട് പറഞ്ഞാൽ വെറും 1,800 രൂപ, അത് 20 USDT അല്ലേ? അപ്പൊ നല്ലൊരു അവസരം തന്നെയാണ്. ഈ അവസരങ്ങൾ നല്ലോണം വിനിയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഇനി അറിയാൻ താല്പര്യമുള്ളവർ നമ്മൾ ഇതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഈ നല്ലൊരു പ്ലാറ്റ്ഫോം മുന്നിലേക്ക് എത്തിച്ചതിന് നന്ദി ഷംഷീറ. അപ്പോൾ ബൈ.